ഹണി റോസിന്റെ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പുലർച്ചെ 5 മണിയോടെ വീണ്ടും വൈദ്യപരിശോധന നടത്തി. കുറ്റം ചെയ്തിട്ടില്ലെന്ന ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണം. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ തെളിവുകളുണ്ടല്ലോ എന്ന ചോദ്യത്തിന് മൗനം. ഡബിൾ മീനിങ് സംസാരിച്ചു എന്നുള്ളതിന്റെ പേരിലാണ് കേസ്. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഈ തെളിവുകൾ നിലനിൽക്കുമല്ലേ? എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. ഒപ്പം വിഷ്ണു പ്രകാശുമുണ്ട്. ആദ്യം പ്രദീപിലേക്ക്. പ്രദീപ്, ഗുഡ് മോർണിംഗ്. ഇന്ന് എപ്പോഴാണ് ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കുന്നത്? വൈദ്യ പരിശോധനയൊക്കെ കഴിഞ്ഞോ? വിശദാംശങ്ങൾ ഏറ്റവും പുതിയതായി നൽകാൻ ആവുന്നത് എന്തൊക്കെയാണ് പ്രദീപ്? ഗുഡ് മോർണിംഗ് മോദി. ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 7 മണിയോട് കൂടിയാണ് ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു. തുടർന്ന് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നോടിയായി ഇന്ന് പുലർച്ചെ ഏതാണ്ട് 5 മണിയോടെ വീണ്ടും ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തി. രാവിലെ 11 മണിയോടുകൂടി മജിസ്ട്രേറ്റ് കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കും. ഒപ്പം കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഇന്ന് തന്നെ അപേക്ഷ നൽകുകയും ചെയ്യും. അതേസമയം ജാമ്യം നൽകണമെന്ന ആവശ്യമാണ് ബോബി ചെമ്മണ്ണൂർ ഉന്നയിക്കുന്നത്. അതിനുവേണ്ടി പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനായ ബി രാമൻപിള്ളയാകും അദ്ദേഹത്തിന് വേണ്ടി ഹാജരാവുക. നമുക്കറിയാം, നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന് വേണ്ടി, ഒപ്പം സമീപകാലത്ത് നടൻ സിദ്ദിഖിന് വേണ്ടി ഒക്കെ ഹാജരായത് ബി രാമൻപിള്ളയായിരുന്നു. അദ്ദേഹം തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഇന്ന് ഹാജരാകുന്നതും. മനഃപൂർവ്വം താൻ യാതൊരു തരത്തിലുള്ള അധിക്ഷേപങ്ങളും നടത്തിയിട്ടില്ല എന്നുള്ള വാദമാകും ബോബി ചെമ്മണ്ണൂർ ജാമ്യാപേക്ഷയിൽ ഉന്നയിക്കുക. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ആരെയും അപമാനിക്കാൻ വേണ്ടിയായിരുന്നില്ല, അത് ആളുകൾ വ്യാഖ്യാനിച്ചെടുത്ത് അങ്ങനെയാക്കി മാറ്റിയതാണ്. മാത്രവുമല്ല, ഈ പറയുന്ന സംഭവം കണ്ണൂരിൽ ജ്വല്ലറി ഉദ്ഘാടന സമയത്ത്, അതായത് ഏതാണ്ട് 4-5 മാസങ്ങൾക്ക് മുൻപ് നടന്നതാണ്. ആ സമയത്തൊന്നും പരാതി ഉണ്ടായിരുന്നില്ല. പിന്നീട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് കമന്റ് ചെയ്യുകയും മറ്റും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തരം പരാതികൾ ഉയർന്നത്. മാത്രമല്ല, താൻ ഇത്തരത്തിൽ ചില തമാശകൾ മാർക്കറ്റിംഗിന്റെ ഭാഗമായി പറയാറുണ്ട് എന്നാണ് ബോബി ചെമ്മണ്ണൂർ എപ്പോഴും ഉന്നയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ആവും ഇന്ന് ജാമ്യാപേക്ഷയിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുക. അതേസമയം ഇന്നലെ രാത്രിയിൽ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങൾ എന്താണ് എന്നത് വിഷ്ണു പ്രകാശ് നൽകും. വിഷ്ണു ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ബോബി ചെമ്മണ്ണൂരിനെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴും രാവിലെ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണമൊക്കെ എടുത്തത് വിഷ്ണുവാണ്. വിഷ്ണു, ഇന്നലെ രാത്രിയിൽ എന്തൊക്കെയായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ ഈ സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ? ഇന്നലെ രാത്രി ഒരു 7:15 കൂടിയാണ് ബോബി ചെമ്മണ്ണൂരിവിടെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലോട്ട് വയനാട് നിന്ന് പിടികൂടി എത്തിക്കുന്നത്. പിന്നീട് അതിനുശേഷം 7:30 കൂടി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അതിനുശേഷം മുകളിലോട്ട് പോലീസ് സ്റ്റേഷന്റെ മുകളിലെ നിലയിൽ കൊണ്ടുപോയി CIയുടെ നേതൃത്വത്തിൽ അടക്കം ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. ഏകദേശം ഒരു 11:30 കൂടിയാണ് ആദ്യമായി വൈദ്യപരിശോധനയ്ക്ക് കസ്റ്റഡിയിൽ എടുത്തതിന്റെ ഭാഗമായി വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകും. രാത്രി 11:30. അതിനുശേഷം അതുവരെ ഈ ചോദ്യം ചെയ്യൽ തുടർന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിനുശേഷം പിന്നീട് വൈദ്യപരിശോധന പൂർത്തിയാക്കി തിരിച്ച് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇന്നലെ രാത്രി ഇവിടെ തങ്ങിയത്. ഇന്ന് പുലരുവോളം ഇപ്പോഴും തങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ തന്നെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലാണ്. പിന്നീട് ഇന്നലെ രാത്രി മറ്റു സംഭവവികാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇന്ന് രാവിലെ 5 മണിയോട് കൂടി, ഏകദേശം ഒരു 5 മണിയോട് കൂടി വീണ്ടും കോടതിയിൽ ഹാജരാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള വൈദ്യപരിശോധനയ്ക്ക് ഇന്ന് രാവിലെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴായിരുന്നു നമ്മൾ ബോബി ചെമ്മണ്ണൂരിനോട് ഈ പ്രതികരണം തേടുന്നത്. അപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നത് കുറ്റബോധമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ആദ്യം പറയുന്നത് കുറ്റബോധമില്ല, കുറ്റം ചെയ്തിട്ടില്ല, അതായത് ദ്വയാർത്ഥ പ്രയോഗമുള്ള ആ ഒരു കേസ്, അതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസ് എന്ന് പറയുന്നു. അപ്പോൾ അതിന് തുടർച്ചയായിട്ട് തന്നെ നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു, സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ള തെളിവുകൾ ഉണ്ടല്ലോ, അതിനുണ്ടായിരുന്ന ഒരു പ്രതികരണം പറയുന്നത് അതിന് പ്രത്യേകിച്ച് പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വാതിക്കൽ വെച്ച് ചോദിക്കുമ്പോൾ മെഡിക്കലിനെ കൊണ്ടുവന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് അകത്തോട്ട് കയറിപ്പോയി. പിന്നീട് പുറത്തിറങ്ങുമ്പോഴും അതുപോലെ തന്നെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലോട്ട് തിരികെ മെഡിക്കൽ പൂർത്തിയാക്കി ഇപ്പോൾ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഈ ചോദ്യം തന്നെ ആവർത്തിച്ചു. അപ്പോഴും പറയുന്നത് യാതൊരുവിധ പ്രതികരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൽ തന്നെ പ്രത്യേകമായി ഇന്നലെ സ്റ്റേഷനിലോട്ട് എത്തിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സെലിബ്രിറ്റി ഒക്കെ ആയതുകൊണ്ടാണ്. അതെ, ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ആരാധകരെ അടക്കമുള്ള ആളുകൾ, ഈ അനുയായികൾ ഇവിടെ തടിച്ചുകൂടിയിരുന്നു. അപ്പോൾ അവർക്കെതിരെ കൈവീശി അവരുടെ അഭിവാദ്യങ്ങളെല്ലാം ആസ്വദിക്കുന്ന ഒരു ബോബി ചെമ്മണ്ണൂരിനെ ആയിരുന്നു ഇന്നലെ കണ്ടത്. അതുപോലെ പക്ഷേ എത്ര ആരാധകരുണ്ടെങ്കിലും നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല എന്നുള്ള ഈ സംഭവം തെളിയിക്കുന്നു. തീർച്ചയായും ഈ നടി പ്രധാനമായിട്ടും ആരോപിച്ച ആ പോസ്റ്റ് നമുക്ക് കണ്ടാൽ അറിയാം. ആ പോസ്റ്റിൽ അവസാനം പറയുന്നത് പണത്തിന്റെ ഹുങ്ക് അവിടെ നിൽക്കട്ടെ, അത് നിങ്ങൾ വിശ്വസിച്ചോളൂ, ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യയിലെ നിയമങ്ങളെയാണ്. ആ നിയമത്തിനെ വിശ്വസിച്ചുകൊണ്ടുള്ള ആ നടിയുടെ പരാതിയിൽ പോലീസ് ആ നടി ആവശ്യപ്പെട്ട ആ ഒരു കാര്യം എല്ലാം കൊണ്ടും പ്രാവർത്തികമാക്കുന്നു, അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു പിന്നീട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അതെ, കഴിഞ്ഞ ദിവസം ഹണി റോസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് തന്നെ തന്റെ പേര് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉപയോഗിക്കണം. കാരണം താൻ പോരാടുന്നത് തനിക്ക് വേണ്ടി മാത്രമല്ല, തന്നെ പോലെ
ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വസ്ത്രം ധരിക്കുന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുടെ പേരിൽ ദ്വയാർത്ഥ പ്രയോഗത്തിന് ഇരയാകുന്ന അല്ലെങ്കിൽ അശ്ലീല ആക്ഷേപങ്ങൾക്ക് ഇരയാകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഹണി റോസിന്റെ ആ ധൈര്യവും ആർജവവും തന്നെയാണ്. കാരണം പല നടിമാരും സെലിബ്രിറ്റികളും ഇത്തരത്തിൽ പെടുന്ന ചില കേസുകളിൽ നിന്നും അവരുടെ പേരും വിവരങ്ങളും മാറ്റി നിർത്തി ഒഴിവാക്കി നിർത്തിയാണ് പലരും ഇതിൽ ഉൾപ്പെടുക. പക്ഷേ ഹണി റോസിനെ സംബന്ധിച്ച് വളരെ ആർജവത്തോടെ തുടക്കം മുതൽ മുന്നോട്ട് വന്ന് ഞാൻ ആണ് ഈ പരാതി നൽകിയത് എന്നും എന്റെ പേര് നൽകണമെന്നും പറയുകയാണ്. അതൊരു വലിയ മാതൃകയാണ് അല്ലേ പ്രദീപ്? തീർച്ചയായും മതി, അതൊരു വലിയ മാതൃക തന്നെയാണ്. കാരണം ഹണി റോസിനെ പോലുള്ള ഒരു സെലിബ്രിറ്റി മുന്നോട്ട് വന്ന് തനിക്ക് ഇത്തരത്തിലുള്ള ഒരു അസ്വസ്ഥതയുണ്ടായി ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഈ ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടായി എന്ന് തുറന്നു പറയുമ്പോൾ സ്വാഭാവികമായും ഇന്ന് അല്ലെങ്കിൽ വരും നാളുകളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ മറ്റ് സ്ത്രീകൾക്ക് പ്രോത്സാഹനം നൽകുന്ന അല്ലെങ്കിൽ പ്രചോദനം നൽകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അത്. ഒരുപക്ഷെ അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കാം അവർ ഇത്തരത്തിൽ പരസ്യമായി രംഗത്തേക്ക് വന്നതും. അതുകൊണ്ട് തന്നെയാണ് താൻ ഇങ്ങനെ രംഗത്ത് വന്നത്. തന്റെ പേര് ഉപയോഗിക്കുന്നതിൽ തനിക്ക് ഒരു തർക്കവുമില്ല അല്ലെങ്കിൽ ഒരു എതിർപ്പുമില്ല. പേര് നിങ്ങൾ കൊടുക്കണം എന്ന് തന്നെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തത്. എന്തായിരുന്നാലും ഹണി റോസിന്റെ ഈ ഒരു നടപടി അല്ലെങ്കിൽ ഈ ഒരു നീക്കം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ലൈംഗിക പീഡനങ്ങൾക്ക് ഇല്ലെങ്കിൽ അശ്ലീല ആക്ഷേപങ്ങൾ കൊണ്ടുള്ള പീഡനങ്ങൾക്ക് ഒക്കെ ഇരയാകുന്ന സ്ത്രീകൾക്ക് ഒട്ടേറെ ആത്മവിശ്വാസം നൽകുന്നതാണ്. പരാതിയുമായി മുന്നോട്ട് വരാൻ അവരെ പ്രേരിപ്പിക്കുന്നതാണ്. അതേസമയം കഴിഞ്ഞ ദിവസം ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴെ അശ്ലീല കമന്റ് ഇട്ടവരിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റ് 30ഓളം ആളുകളെ കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരിൽ ഏതാനും പേരുടെ അറസ്റ്റ് വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന. കാരണം ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം കുമ്പളം സ്വദേശിയായ ഷാജി എന്നൊരാളെ അറസ്റ്റ് ചെയ്തു. അതേസമയം ചില കമന്റുകൾ ചില വ്യാജ പോസ്റ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ വ്യാജ അക്കൗണ്ടുകളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അക്കൗണ്ടുകളുടെ ഉറവിടം ഉൾപ്പെടെ പോലീസ് തേടിക്കൊണ്ടിരിക്കുന്നു. സൈബർ സെൽ വിദഗ്ധരുടെ സഹായം തേടുന്നുണ്ട്. പ്രദീപ് ജോസഫ് ഇപ്പോൾ പറഞ്ഞ ആ പോയിന്റ് തന്നെയാണ്. പലരും കരുതുന്നത് മറഞ്ഞിരുന്നുകൊണ്ട് നമുക്ക് ആരെയും എന്തും പറയാം എന്നതാണ്. അവരുടെ സ്വന്തമല്ലാത്ത അക്കൗണ്ടുകളിൽ നിന്നോ അല്ലെങ്കിൽ അവർ സ്വന്തം പേര് വെളിപ്പെടുത്താത്ത അവരുടേതായ അക്കൗണ്ടുകളിൽ നിന്നോ ഒക്കെ പലരെയും പല അധിക്ഷേപങ്ങളും നടത്താറുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഹണി റോസിന് മാത്രമല്ല മറ്റു പലർക്കും ഇതുണ്ടാവാറുണ്ട്. സാധാരണക്കാരടക്കമുള്ള എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ അവർ കരുതുന്നത് ഞാൻ എൻ്റെ ഐഡന്റിറ്റി മറച്ചു വെച്ചിരിക്കുന്നു, എനിക്ക് എന്തുമാകാം, ഞാൻ ഈ വിളിച്ചു പറയുന്നത് കാണുന്നില്ല എന്നാണ്. അത്തരത്തിൽ മനോവൈകല്യം ബാധിച്ചത് എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു വലിയ സംഘമുണ്ട്. അവർക്കിതൊരു വലിയ പാഠമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങളായി പല പോസ്റ്റുകളുടെയും താഴെയുള്ള അശ്ലീല കമന്റുകൾക്ക് നേരിയ ഒരു കുറവ് തൽക്കാലത്തേക്കെങ്കിലും വന്നിട്ടുണ്ട്. അതെ അതെ, തീർച്ചയായും മോദി. ഹണി റോസ് തന്നെ ഇന്നലെ അക്കാര്യം പറയുകയുണ്ടായി. അതായത് ആദ്യ ദിവസം ഉണ്ടായത്ര സൈബർ ആക്രമണം തനിക്ക് നേർക്ക് ഈ കഴിഞ്ഞ 2 ദിവസമായി ഉണ്ടാകുന്നില്ല എന്നാണ് അവർ തന്നെ പങ്കുവച്ചിരിക്കുന്നത്. അതായത് പോലീസ് നടപടി എടുക്കുമെന്ന് വന്നാൽ ഏത് കൊമ്പനായിരുന്നാലും നിയമത്തിന് മുന്നിൽ തല താഴ്ത്തുകയേ വഴിയുള്ളൂ, തല താഴ്ത്തും എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ഈ സെൻട്രൽ സ്റ്റേഷനിലെ ജയിലറയിൽ കഴിയേണ്ടി വന്നിരിക്കുന്നത്. ഇനി കോടതിയിൽ ഹാജരാക്കിയാൽ മാത്രമേ ജയിലിലേക്ക് പോകേണ്ടി വരുമോ അതോ ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ. കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതിയിലെ ഒരു നിരീക്ഷണം നമുക്കറിയാം. ഒരു KSCBയിലെ ഉദ്യോഗസ്ഥനെതിരെ അവിടുത്തെ തന്നെ ഉദ്യോഗസ്ഥർ നൽകിയ ഒരു ഹർജി ഉണ്ടായിരുന്നു. അതായത് ആ സ്ത്രീയുടെ ശരീരത്തെ വർണ്ണിച്ചുകൊണ്ട് അയാൾ പലപ്പോഴും അശ്ലീല പ്രയോഗം നടത്തുന്നു എന്നുള്ളതായിരുന്നു പരാതി. ഈ ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി അതിരൂക്ഷമായ വിമർശനങ്ങളാണ് നടത്തിയത്. യാതൊരു കാരണവശാലും ഒരു സ്ത്രീയുടെ അന്തസ്സിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മാന്യതയെ ബാധിക്കുന്ന യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അധികാരികൾ അതിനെ കൈയും കെട്ടി നോക്കിയിരിക്കരുത് എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. സ്വാഭാവികമായും ഇന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അല്ലെങ്കിൽ പോലീസിന്റെ അപേക്ഷ പരിഗണിക്കുമ്പോൾ ഹൈക്കോടതിയുടെ ആ നിരീക്ഷണം ഉൾപ്പെടെ കോടതിയിൽ കടന്നു വന്നേക്കാം. അത്തരം കാര്യങ്ങൾ ഒക്കെ പരിഗണിച്ചുകൊണ്ടാവും ബോബിക്ക് ജാമ്യം നൽകണമോ വേണ്ടയോ എന്നുള്ള നൽകാതിരിക്കണമോ എന്നുള്ള കാര്യം കോടതി തീരുമാനിക്കുക. എന്തായിരുന്നാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഹണി റോസിന് നേർക്കുണ്ടായ സൈബർ അധിക്ഷേപത്തിന് വലിയ തോതിൽ കുറവ് വന്നിരിക്കുന്നു. മോദി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏത് അക്കൗണ്ടിൽ നിന്നാണ് അശ്ലീലകരമായ അല്ലെങ്കിൽ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്റ് ഇടുന്നതെങ്കിലും ഒരു ഞൊടിയിട കൊണ്ട് തന്നെ സൈബർ വിദഗ്ധർക്ക് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് മറ്റൊരു രാജ്യത്ത് പോയി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനും അതായത് മറ്റൊരു രാജ്യത്ത് നിന്നാണ് ഫേസ്ബുക്കിലും മറ്റും ഇത്തരം കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ പോലും അതിവേഗം കണ്ടുപിടിക്കാൻ സാധിക്കും, കുറ്റവാളികളിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ശക്തമായ നടപടികൾ വരും നാളുകളിൽ ഇത്തരത്തിൽ സ്ത്രീകൾ സൈബർ ആക്രമണത്തിലൂടെ ഇരയാകുന്നതിനെതിരെ കൂടിയുള്ള നടപടികൾ ഉണ്ടാകുമെന്നതിനെ പ്രതീക്ഷിക്കാം. പ്രദീപ്, മറ്റൊരു കാര്യം, രാഷ്ട്രീയപരമായി കൂടുതൽ അവലോകനങ്ങൾ ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. ഒന്ന്, ബോബി ചെമ്മണ്ണൂർ സർക്കാരിന് തൽപര കക്ഷിയല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഞൊടിയിടയിൽ ഒരു ആക്ഷൻ എടുക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു ശ്രമം ഉണ്ടായത് എന്നൊരു തരത്തിലുള്ള വിശകലനം പല ഭാഗത്തു നിന്നും സമൂഹ മാധ്യമത്തിലടക്കം വരുന്നുണ്ട്. പിന്നെ ഒന്ന്, സിനിമാ താരമായതുകൊണ്ട് ഹണി റോസ് കൊടുത്ത പരാതിയിൽ ഇത്രയും വേഗത്തിലൊരു നടപടി ഉണ്ടായി, ഇതൊരു സാധാരണക്കാരിയായ വനിതയ്ക്കായിരുന്നെങ്കിൽ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളിലും ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഇതിന്റെ രാഷ്ട്രീയപരമായ വശങ്ങളും ചർച്ചയാവുന്നുണ്ട്.
വിവിധ കോണുകളിൽ നിന്ന് പ്രത്യേകിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഇത്തരം കാര്യങ്ങൾ ആരോപിക്കുന്നതിന് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നതിന് ഓരോരോ ന്യായങ്ങൾ ഉണ്ടാവും. ബോബി ചെമ്മണ്ണൂർ തൽപര കക്ഷിയല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ അറസ്റ്റ് ഉണ്ടായത് എന്നുള്ള വാദഗതിയെ പൂർണ്ണമായും നമുക്ക് അംഗീകരിക്കാനാവില്ല. നമുക്കറിയാം, നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപ് അറസ്റ്റിലായിരുന്നു. സിദ്ദിഖും മറ്റും മുൻകൂർ ജാമ്യം തേടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതേസമയം സിദ്ദിഖിന്റെ കാര്യത്തിൽ സിദ്ദിഖ് ഒളിവിൽ പോയിട്ടും എവിടെയാണെന്ന് അന്വേഷിക്കാൻ പോലും പോലീസ് കൂട്ടാക്കിയില്ല എന്നുള്ളൊരു ആക്ഷേപം നിലനിൽക്കുന്നുമുണ്ട്. എന്തായിരുന്നാലും അങ്ങനെ നമുക്കൊരു പ്രത്യേകിച്ചൊരു വ്യാഖ്യാനത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. മാത്രമല്ല, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്ക് നേർക്ക് കർശനമായ നടപടി ഉണ്ടാകും എന്നാണ് വിവിധ സമ്മേളനങ്ങളിൽ ഒപ്പം സർക്കാരിന്റെ തന്നെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത്. അതിന്റെ തന്നെ ഒരു ഭാഗമായിട്ട് ഒരു സമയമേ അല്ല എന്ന് തോന്നുന്നു. ഏതായാലും സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾ അത് ഒരിക്കലും വെച്ച് പൊറപ്പിക്കാനാവില്ല എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണിത്.